നമുക്ക് 3 പീസ് സെറ്റിൻ്റെ ഒരു കളക്ഷനാണ്. എല്ലാം കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന കളക്ഷനാണ്. നമുക്ക് സ്റ്റോറിലും നിറയെ കോട്ടൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. 3 പീസിലും കുർത്തീസിലും 3 പീസിലും 2 പീസിലും കുർത്തീസിലും വന്നിട്ടുണ്ട് കളക്ഷൻസ്. അപ്പം അതിനകത്ത് ഇന്നൊരു 3 പാറ്റേണാണ് ഞാൻ കാണിക്കുന്നത്. ഡിഫറെൻറ്റ് റേറ്റാണ് ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്കിൻ്റെ ടോൺ. ഇത് കണ്ടോ, ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പിങ്കാണ് കേട്ടോ. അതിനകത്ത് ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻ. ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുമ്പോൾ ഇതേപോലെ ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ്. ജസ്റ്റ് ഇത് ഇവിടെ വന്നിട്ടൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിൻടെക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് വിത്ത് സ്ലിറ്റോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന് ലൈനിങ് ഇല്ല. ഇത് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടില്ലെങ്കിലും ഇതിന് കുഴപ്പമില്ല, അങ്ങനത്തെ മെറ്റീരിയലാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1850 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന, സോഫ്റ്റ് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട, അതേപോലെ തന്നെ കോട്ടണിൽ വന്നിരിക്കുന്ന പാൻറ്റ്. ഇതേപോലെ കോട്ടണിൽ വന്നിരിക്കുന്ന പാൻറ്റ്. ഇതൊക്കെ നമ്മൾ ഇപ്പം കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുടി കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ വാഷ് ചെയ്യുക. കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനെ ഡാർക്ക് കളേഴ്സ് മെറ്റീരിയൽ എല്ലാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് യൂസിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മുടി കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ, മൈൽഡ് ഷാമ്പൂവിൽ യൂസ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ചെളിയൊന്നും പറ്റുന്നില്ല, ജസ്റ്റ് നമ്മുടെ വേർപ്പ് മാത്രം കളഞ്ഞാൽ പോരെ. അപ്പോൾ അങ്ങനെ ആ മൈൽഡ് ഷാമ്പൂവിൽ വാഷ് ചെയ്താൽ നന്നായിട്ടിരിക്കും നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം. ഇതെല്ലാം മീഡിയം ടു XXXലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സാട്ടോ. അതെ, നല്ല ഭംഗിയുള്ള കളേഴ്സ്. സ്ലിറ്റഡ് കുർത്തീസാണ്. ദുപ്പട്ട വരുമ്പം, ദുപ്പട്ട ആൻഡ് ബോട്ടം വരുമ്പം ഇതാണ് ദുപ്പട്ട വരുന്നത്. ഈ ദുപ്പട്ടയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ ഒരു മൽക്കോട്ടൻ്റെ ഫീലിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ബോട്ടം വരുമ്പോഴും അതുപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം. അപ്പോൾ നമുക്ക് കോട്ടൺ മെറ്റീരിയലൊക്കെ ഫസ്റ്റ് വാഷിൽ ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ പോയാൽ അതിൻ്റെ അർത്ഥം അത് മെറ്റീരിയൽ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. അതിപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, എവിടെ നിന്ന് വാങ്ങിച്ചാലും ഫസ്റ്റ് വാഷിൽ കോട്ടൺ മെറ്റീരിയലിൻ്റെയൊക്കെ അല്പം കളറ് ബ്ലീഡാകും. അത് മെറ്റീരിയൽ മോശമായതുകൊണ്ടല്ല, കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്ത് ഷാമ്പൂവിൽ വാഷ് ചെയ്താൽ മതി. പക്ഷേ മെറ്റീരിയൽ മങ്ങി പോകത്തില്ല. ജസ്റ്റ് എക്സസ് കളർ, നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ എക്സസ് കളർ ഉള്ളത് ചിലപ്പം ബ്ലീഡ് ചെയ്ത് പോവും. അതിൻ്റെ അർത്ഥം മെറ്റീരിയൽ മങ്ങിപ്പോയി അല്ലെങ്കിൽ നരച്ചു പോയി, കളർ പോയതുകൊണ്ട് മെറ്റീരിയൽ മോശമാണ്, അങ്ങനെ ചിന്തിക്കരുത്. ചില കോട്ടൺ മെറ്റീരിയൽ വാഷ് ചെയ്യുന്നതോറും അതിൻ്റെ നല്ല ബ്രൈറ്റ്നസ് കൂടിയേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഡാർക്ക് കളേഴ്സിനെല്ലാം അല്പം കളർ ബ്ലീഡ് ഉണ്ടാകും. അത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. ഫസ്റ്റ് വാഷൊക്കെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക കേട്ടോ. ഇത് നേവി ബ്ലൂ ഷെയ്ഡ്, നേവി ബ്ലൂവിൽ സ്ലിറ്റഡ് കുർത്തിയാണിത്. അതിൻ്റെ യോക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു വീനെക്ക് പാറ്റേൺ, അതിനകത്ത് ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വീനെക്ക് പാറ്റേണിൽ. പിന്നെ അതിൻ്റെ സ്ലീവെൻ്റ് വരുമ്പം സ്ലീവിൻ്റെ എൻ പോർഷനും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. 2 സ്ലീവെൻറ്റും അങ്ങനെയാണ്. ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരുമ്പം സ്ലിറ്റുള്ള കുർത്തിയാണ്. ഷോൾ വരുമ്പോൾ ഇതേപോലെ തന്നെ നേവി ബ്ലൂവിൽ, ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അതിൻ്റെ അത് കണ്ടോ, ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ഇതേപോലെ ഒരു ഫ്ലവർ ഡിസൈനും കൂടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം വരുമ്പോഴും ഇതേപോലെ പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 2180 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റുകളാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ കോട്ടൺ എല്ലാം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഉപയോഗിക്കണം. കളർ ഗാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ കടകളിലും ഇപ്പോൾ കളർ ഗാർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കളർ ഫിക്സ് ചെയ്യാനുള്ള ഒരു ലിക്വിഡാണത്. അതിനകത്ത് ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് അത് യൂസ് ചെയ്യണം എന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. ഫസ്റ്റ് വാഷിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി. പിന്നെ നമ്മൾ മുടി കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അപ്പോൾ അത് മൈൽഡാണല്ലോ, അപ്പോൾ നമുക്ക് ഇതിന് മെറ്റീരിയലിന് ഒരു ഡാമേജും വരത്തില്ല. നമ്മുടെ ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ഗ്ലോയും എല്ലാം അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക്, നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 3 സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.